സംയുക്ത സമരവുമായി മുന്നോട്ടു പോകാമെന്നാണ് യു.ഡി.എഫിൽ ധാരണയായിരിക്കുന്നത്. സുധീരന്റെ നിലപാടുകൾ തഴയപ്പെട്ടിരിക്കുന്നു, തള്ളി. വിശദാംശങ്ങൾ സുനിൽ അരിമാനൂർ നൽകും. സുനിൽ, സുധീരൻ എടുത്ത നിലപാടിന് യാതൊരു മേൽക്കൈയും യോഗത്തിൽ ഉണ്ടായില്ലേ? സംയുക്തമായുള്ള സമരത്തിന് പച്ചക്കൊടി. വിശദാംശങ്ങൾ. പ്രതീക്ഷ, ഇപ്പോൾ സർക്കാരുമായുള്ള സമരപരിപാടികളുമായി യോജിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിട്ടില്ല. മറിച്ച് സഹകരണ മേഖലയിലെ ജീവനക്കാരും ഭാരവാഹികളും യോജിച്ച് സമരവുമായി മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ നിയമസഭയിൽ യോജിച്ചു നിന്നുകൊണ്ട് കേന്ദ്രത്തിനെതിരെ പ്രമേയം പാസാക്കുന്ന കാര്യത്തിലും യു.ഡി.എഫിന് സർക്കാരിന്റെ നിലപാടുകളോട് യോജിപ്പാണ്. മറ്റൊരു തീരുമാനം യു.ഡി.എഫിനകത്ത് എടുത്തത് അഖിലകക്ഷി നിവേദന സംഘം കേന്ദ്രത്തിനെ സമീപിക്കുക എന്നുള്ളത് തന്നെയാണ്. കേന്ദ്രത്തിൽ പോയി കേന്ദ്രമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും ഈ നിവേദന സംഘം നിവേദനം കൊടുക്കുക, കൂടിക്കാഴ്ചയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക. ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തീരുമാനവും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ കേരളം ഒറ്റക്കെട്ടായി സമരവുമായി പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമെന്നാണ് രമേശ് ചെന്നിത്തല അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. യു.ഡി.എഫ് വീണ്ടും അക്കാര്യം ചർച്ച ചെയ്യും. കാരണം നിവേദന സംഘം പോയ ശേഷം പരിഹാരമായില്ലെങ്കിൽ യു.ഡി.എഫ് വീണ്ടും ഇക്കാര്യം യോഗം ചേർന്ന് പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന കാര്യം തീരുമാനിക്കും എന്നാണ് പറഞ്ഞത്. അതിനുശേഷം നേതാക്കളെല്ലാം തന്നെ കണ്ണൂർ വിഷയത്തിലെ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ പോയി. വൈകുന്നേരം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്ന സർവകക്ഷി യോഗത്തിനകത്ത് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ യു.ഡി.എഫ് യോഗത്തിനകത്ത് ചർച്ച ചെയ്ത കാര്യങ്ങൾ സംസാരിക്കുമെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അവിടെ ഘടകകക്ഷികളുടെയൊക്കെ തന്നെ അഭിപ്രായം എങ്ങനെയായിരുന്നു? സുധീരൻ കൂടി ഒരു ഇടങ്കോലിട്ട സാഹചര്യത്തിലാണോ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പോയത്? ഒരു സാധ്യം സഹകരണ സ്ഥാപനങ്ങളിലെ സംയുക്ത കക്ഷികൾ ഒരുമിച്ചുള്ള ഒരു സമരം ആ തരത്തിലേക്ക് പോയത്? പ്രതീക്ഷ, ഘടകകക്ഷികളിൽ ഒരുമിച്ചുള്ള സമരമായി മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ സുധീരൻ ഇടഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തേണ്ടതില്ല. ആദ്യം സർവകക്ഷി സംഘം ദില്ലിയിൽ പോകട്ടെ, പോയ ശേഷം ഒരുമിച്ച് നിന്നുള്ള സമരവുമായി പ്രത്യക്ഷ സമരവുമായി മുന്നോട്ട് പോകാം എന്നുള്ള നിലപാടാണ് വന്നത്. ഇതിനോട് മറ്റു ഘടകകക്ഷികളും യോജിക്കുന്ന ഒരു നിലപാടാണ് വന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം ഇപ്പൊ നിയമസഭയിൽ ഒരുമിച്ച് നിന്ന് പ്രമേയം പാസാക്കാം, അതിനുശേഷം ജീവനക്കാരും അതുപോലെ തന്നെ സഹകരണ മേഖലയിലെ ഭാരവാഹികൾ പ്രസിഡന്റുമാര് അടക്കമുള്ളവരുമായി ചേർന്ന് ഒരുമിച്ചുള്ള പ്രക്ഷോഭത്തിലേക്ക് പോകട്ടെ. പിന്നെ സർവകക്ഷിയാവും പോയി വന്ന ശേഷം ഈ സർവകക്ഷി പ്രതിനിധികൾ കേന്ദ്രത്തെ കണ്ട ശേഷം തീരുമാനമായില്ലെങ്കിൽ ഒരുമിച്ച് നിന്ന് സമരവുമായി മുന്നോട്ട് പോകട്ടെ. ഇതിന് എല്ലാവരും ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇക്കാര്യത്തിൽ ഒരു സമവായം വന്നത്. സുനിലേക്ക് എത്താം. എം.ആർ. സജേഷ് കൂടി ചേരുന്നു. സജേഷ്, ഇവിടെ ആത്യന്തികമായ വിഷയം, അതായത് തീ പിടിക്കുന്ന അല്ലെങ്കിൽ ഒരു ആത്യന്തികമായും ജനങ്ങളെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന ഒരു വിഷയത്തിൽ ഒന്നിച്ചു നിൽക്കുക, അതായിരുന്നു ആദ്യം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ കാണുമ്പോഴൊക്കെ കക്ഷി നേതാക്കളൊക്കെ എടുത്ത തീരുമാനം. സുധീരന്റെ നിലപാട് വന്നതോടുകൂടിയാണ് ഒരു രണ്ടഭിപ്രായം ഇതിലേക്ക് വരുന്നത്. ഇപ്പോൾ ഒരു മയപ്പെടുത്തിലേക്ക് പോകുമ്പോഴും ഇക്കാര്യത്തിലുള്ള ഒരു റിഫ്റ്റ് വ്യക്തമായും നിലനിൽക്കുകയാണോ? തീർച്ചയായും പ്രജീഷ, ഇക്കാര്യത്തിൽ യു.ഡി.എഫിന്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അഭിപ്രായത്തിൽ തന്നെയാണ് ഇന്നത്തെ യു.ഡി.എഫ് യോഗം തള്ളിയിട്ടുള്ളത്. അത് പൂർണ്ണമായും വി.എം. സുധീരനെ തള്ളിക്കളയുന്ന ഒരു നിലപാടല്ല ഇന്നത്തെ യോഗത്തിലുണ്ടായത്. അതേസമയം ഒരുമിച്ച് സമരം ചെയ്യണമെന്ന ഭൂരിഭാഗം ഘടകകക്ഷികളും ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ചും ലീഗ് ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തി. വി.എം. സുധീരനും കെ.പി.സി. വൈസ് പ്രസിഡന്റ് എം.എം. ഹസനും കഴിഞ്ഞ ദിവസം എം.എം. ഹസൻ വാർത്താ സമ്മേളനം വിളിച്ച് തന്നെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് സമരം ചെയ്യും, ഒരുമിച്ച് സമരം ചെയ്യാൻ സാധ്യമല്ല എന്ന തരത്തിലുള്ള നിലപാട് പ്രഖ്യാപിക്കുമ്പോഴും ലീഗിന് മറിച്ചൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി, കെ.പി.എ. മജീദ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ അവരുടെ നിലപാട് വിശദീകരിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ ഇന്ന് യു.ഡി.എഫ് യോഗത്തിലും അതേ രീതിയിലായിരുന്നു ഘടകകക്ഷികളുടെ തീരുമാനം. സംസ്ഥാനത്ത് മൊത്തം ബാധിക്കുന്ന ആളുകളെ മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നത്തിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. രാഷ്ട്രീയം നോക്കിക്കൊണ്ട് ഈ പ്രശ്നത്തെ കാണാൻ കഴിയില്ല. ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുക. ആദ്യം സർവകക്ഷി യോഗത്തിന്റെ തീരുമാനങ്ങൾ കേന്ദ്രത്തെ അറിയിക്കുക, അതിനുശേഷം നടപടി വന്നില്ലെങ്കിൽ ഒരുമിച്ച് സമരം എന്നതാണ് യു.ഡി.എഫ് നിലപാട്. അത് വി.എം. സുധീരന്റെ നിലപാടിനെ ഒരു പരിധിവരെയെങ്കിലും തള്ളിക്കൊണ്ടാണ് ഈ തീരുമാനത്തിലേക്ക് യു.ഡി.എഫ് യോഗം പോവുകയും ചെയ്തിട്ടുള്ളത്. പ്രജീഷ്, ഇവിടെ എന്തായാലും ഇപ്പോൾ ഭാസുരേന്ദ്ര ബാബു ടെലിഫോൺ ലൈനിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ചേരുന്നു. ശ്രീ ഭാസുരേന്ദ്ര ബാബു, സുധീരന്റെ നിലപാടിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഈ സമയത്ത് ഒരു രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട വിഷയമല്ല എങ്കിൽ കൂടിയും ആഭ്യന്തരമായി യു.ഡി.എഫിന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു മേൽക്കൈ സുധീരന് നഷ്ടപ്പെടുന്ന ഈ വിഷയത്തിൽ ആണെങ്കിൽ കൂടി നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുമ്പോൾ സഹകരണമാണ് വിഷയം. എങ്ങനെ അതിലെ രാഷ്ട്രീയ അടിയൊഴുക്കുകളെ താങ്കൾ കാണുന്നു? ഇത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. ഇപ്പം എൽ.ഡി.എഫിന്റെ ആഭിമുഖ്യത്തിൽ പ്രക്ഷോഭത്തിനുള്ള സമാരംഭം
കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു. UDF-ന്റെ മുന്നിൽ LDF-ന്റെ പ്രക്ഷോഭങ്ങളോട് അല്ലെങ്കിൽ യോജിച്ച പ്രക്ഷോഭത്തിന് അവർ തയ്യാറാകുന്നുണ്ടോ ഇല്ലയോ എന്നത് മാത്രമാണ് പ്രശ്നം. സഹകരണ ബാങ്കിന്റെ പ്രശ്നം സഹകരണ ബാങ്കിന്റെ മാത്രം കാര്യമായ അതിൻ്റെ ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് ഒരു ജനതയെ തോൽപ്പിക്കാൻ ആ ജനതയെ നിസ്വമാക്കിയാൽ മതി. ആ ഒരു ജനതയെ പരാജയപ്പെടുത്തണമെങ്കിൽ ആ ജനതയുടെ കയ്യിലുള്ള അതിന് കഴിവ് പകരുന്ന വിഭവങ്ങൾ കവർന്നെടുത്താൽ മതി. ആ അർത്ഥത്തിൽ സഹകരണ ബാങ്കിലെ നിക്ഷേപം എന്ന് പറയുന്നത് മലയാളിയുടെ ആത്മാഭിമാനത്തിന്റെ നിക്ഷേപമാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ നിക്ഷേപവും അത് തന്നെയാണ്. ആ നിക്ഷേപം കൊള്ളയടിക്കാനുള്ള ശ്രമം ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുമ്പോൾ അതിനെ പരിരക്ഷിക്കുക എന്നത് ഒരു മലയാളി ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ശ്രീ ഭാസുരേന്ദ്ര ബാബു ഇങ്ങനെ സുധീരൻ ഒരു നിലപാടിലേക്ക് പോകാനുള്ള കാരണം നിരത്തുന്ന കാരണങ്ങൾ ഒരുപക്ഷെ ഇത് ഈ നിലപാടിലേക്ക് പോയേക്കില്ല. കാരണം ഇനി കേരള ബാങ്ക് അടക്കം വരാൻ പോകുന്ന ഒരു സൂചനയുണ്ട്, അങ്ങനെ ഒരു ബജറ്റിലടക്കം നിർദ്ദേശങ്ങളുണ്ട്. അതൊക്കെ വന്നു കഴിയുമ്പോൾ തങ്ങളുടെ നിലപാട് തിരുത്തേണ്ടി വരും, അവിടെ ഒരു നൈതികതയുടെ ഒരു പ്രശ്നം വരും എന്നൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ കൊണ്ടാണ്, അതോ ഇവിടെ ചെന്നിത്തല നേരത്തെ പോയി തന്നെ മുഖ്യമന്ത്രിയെ കാണുന്നു, ഒരു ഏകാഭിപ്രായത്തിലേക്ക് എത്തുകയും സുധീരൻ അതിന് ശേഷമുള്ള പ്രതികരണം അതിനൊക്കെ ഒരു UDF കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ചില അന്തഛിദ്രത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണോ കാണേണ്ടത്? അല്ല, കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് നടക്കുന്നത് കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ളൊരു കലഹമാണ്. അതിനകത്ത് AI ഗ്രൂപ്പുകൾ സുധീരനെതിരായി നിലപാടെടുത്തതോടെ സുധീരൻ ഒറ്റപ്പെടുത്തപ്പെടുന്നു കോൺഗ്രസിൽ. ഹൈക്കമാൻഡിന്റെ പിന്തുണയില്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിൽ സുധീരന് നിലനിൽക്കാനാവില്ല. അങ്ങനെ വരുമ്പം മുമ്പ് എനിക്ക് തോന്നുന്നു ശ്രീ മൊയ്തീൻ പറഞ്ഞത് മാതിരി, അദ്ദേഹം സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഞാൻ സംസാരിക്കാം സുധീരനോട് എന്ന് പറഞ്ഞത് മാതിരി, അത്തരം ഒരു ഇനിഷ്യേറ്റീവ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ പരിഹരിക്കാവുന്നതിൽ കവിഞ്ഞ ഗൗരവതരമായ വൈജാത്യങ്ങളൊന്നും UDF-ൽ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. സുധീരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നേതൃപ്രഭാവം ആ UDF-നകത്തോ പാർട്ടിയിലോ നിലനിർത്തുക എന്ന പരിമിത അജണ്ടയ്ക്കപ്പുറം അദ്ദേഹം ചിന്തിക്കുന്നില്ല എന്നതാണ് ഇതുമായി ബന്ധിപ്പിച്ച് നാം ആലോചിക്കേണ്ടത്. മറിച്ച് കേരളം നേരിടുന്ന യഥാർത്ഥ പ്രശ്നം അത് സാമ്പത്തികമല്ല. ഈ ബാങ്കുമായി ബന്ധിപ്പിച്ച നോട്ടിനെ തന്നെ റദ്ദാക്കുന്നതായി ബന്ധിപ്പിച്ച് വിഷയങ്ങളൊക്കെ ഒരു സാമ്പത്തിക വിഷയമല്ലാതാവുകയും ഒരു രാഷ്ട്രീയ വിഷയമായി മാറിത്തീരുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. അങ്ങനെ വരുമ്പം മലയാളികൾ ഒന്നിച്ചു നിന്ന് മലയാളികൾക്ക് പൊതുവായി വരുന്ന ഈ എതിർപ്പിനെ അതിജീവിക്കുക, ഈ സമീപനത്തെ അതിജീവിക്കുക എന്ന രാഷ്ട്രീയത്തിലേക്ക് സുധീരനും വരേണ്ടി വരും. അതുകൊണ്ട് സുധീരൻ ഇപ്പോൾ എന്തൊക്കെ നിലപാടുകൾ എടുത്താലും അന്തിമ വിശകലനത്തിൽ അദ്ദേഹത്തിന് യോജിച്ച പ്രക്ഷോഭത്തിന്റെ ഭാഗമാവുകയല്ലാതെ മറ്റൊരു വഴിയോ നിർവാഹമോ ഈ സാഹചര്യത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അവിടെ അത് നമ്മൾ ലളിതവൽക്കരിക്കപ്പെടുമ്പോഴും അവിടെ ഒരു UDF കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സുധീരൻ എന്ന KPCC അധ്യക്ഷന്റെ നിലപാടുകൾക്ക് അദ്ദേഹവുമായി കൂട്ടുചേർന്ന ആളുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്ത നിലപാടാണ് എന്തായാലും യോജിച്ചൊരു സമരത്തിലേക്ക് പോകേണ്ട. പല നേതാക്കന്മാരും യുവ നേതാക്കളടക്കം ആവർത്തിച്ച് വ്യക്തമാക്കിയാണ്. അവിടെ ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ അത് രാഷ്ട്രീയമായി തന്നെ ഒരു ചേരിതിരിവിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമോ? കാരണം KPCC അധ്യക്ഷനാണ്. കാരണം ഇനി ഒരു സംയുക്ത സമരത്തിലേക്ക് പോയാൽ സുധീരൻ പങ്കെടുക്കുമോ, അല്ലെങ്കിൽ സുധീരൻ്റെ നിലപാടുകൾ അവിടെ എങ്ങനെയായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള പല ചർച്ചകളും വന്നേക്കാം. ഇനി കാണേണ്ട സാഹചര്യങ്ങളൊക്കെ വരും ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ. സുരേന്ദ്ര ബാബു, അല്ല, അതിനകത്ത് പ്രതീക്ഷ ഇപ്പൊ കോൺഗ്രസിൽ നടക്കുന്ന ഈ ഉൾപോര്, ആ ഉൾപോരിന്റെ അന്തിമ വിശകലനത്തിൽ സുധീരന് സംയുക്ത പരീക്ഷത്തിലേക്ക് വരേണ്ടി വരും എന്ന് ഞാൻ കരുതുന്നത് സുധീരൻ അടിസ്ഥാനപരമായും BJP-യുടെ വീക്ഷണങ്ങൾ പങ്കെടുക്കുന്ന അത്തരം ഒരാളല്ല. അതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. തിരിച്ച് മറ്റൊരു കാര്യം കൂടി ഞാൻ താങ്കളെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ, എന്താ ഇവിടെ ശബ്ദം കേൾക്കുന്നത്? എന്തൊക്കെയോ? ഹലോ, പറഞ്ഞോളൂ. അല്ല, എന്തൊക്കെയോ ശബ്ദം. ഞാൻ പറഞ്ഞു വന്നത്, മറ്റൊരു കാര്യം കൂടി നാം ആലോചിക്കണം. ഇന്നലെ തൃശ്ശൂര് വെച്ച് BJP-യുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. BJP-യുടെ മീറ്റിംഗിൽ BJP-യിലെ ഒരു വിഭാഗം കുമ്മനത്തിനെതിരെ സംസാരിക്കുകയുണ്ടായി. കുമ്മനം രാജശേഖരൻ പറയുകയുണ്ടായല്ലോ, മലയാളിക്ക് വളരെ വലിയ നിലവാരത്തിലുള്ള ഈ ചെലവാളികളാണ്, അത് തെറ്റാണ് എന്ന് പറഞ്ഞതിനെ അവർ തന്നെ എതിർക്കുകയുണ്ടായി. ആ അർത്ഥത്തിൽ എല്ലാ പ്രസ്ഥാനങ്ങളിലും മലയാളി അഭിമാനത്തോടൊപ്പം നിൽക്കുന്നവരും അല്ലാത്തവരും എന്ന നിലയ്ക്ക് ഒരു ചേരുതിരിവ് ഉണ്ടാകുന്നുണ്ട്.
ആ ചേരുതിരിവിന്റെ ഏറ്റവും വലിയ ആഘാതം അനുഭവിക്കാൻ പോകുന്നത് BJP ആണ്. അങ്ങനെ വരുമ്പം സുധീരന് തിരിച്ചറിയാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ ശരി ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ അഡ്വക്കേറ്റ് PS സലീം KPCC സെക്രട്ടറി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ സലീം, കാരണം BJPയുടെ നിലപാടിനെ, കേന്ദ്ര നിലപാടിനെ അല്ലെങ്കിൽ വലിയ അർത്ഥത്തിൽ ഒരുമിച്ച് നിന്ന് ചെറുവിരൽ അനങ്ങാതെ ഒരുമിച്ച് നിന്ന് നഖശികാന്തം എതിർക്കേണ്ട ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ഒറ്റക്കെട്ടായി നിന്നല്ലേ മുന്നോട്ട് പോകേണ്ടത്? അവിടെ എന്തെങ്കിലും ഒരു വിയോജിപ്പിന്റെ അടിസ്ഥാനം ഉണ്ടോ സലീം? അല്ല, ഇവിടെ വിയോജിപ്പിന്റെയോ യോജിപ്പിന്റെയോ പ്രശ്നമല്ല. രാജ്യത്തെ ജനങ്ങളെ ആകമാനം ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ കടമ നിർവഹിക്കാൻ പൂർണ്ണമായും ബാധ്യസ്ഥമാണ്. അതിനനുസൃതമായ രീതിയിൽ യോജിച്ച പ്രക്ഷോഭ പരിപാടികൾക്ക് പാർട്ടിയുടെ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭ പരിപാടികൾക്കുള്ള രൂപരേഖകൾ പാർട്ടിക്ക് നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ അസന്നിഗ്ധമായി മോഡി ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായുള്ള പോരാട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ ചരിത്രപരമായ പങ്ക് വഹിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിൽ അതെങ്ങനെ എങ്ങനെ പ്രതിഫലിക്കും? കാരണം ഇവിടെ നമുക്ക് നിങ്ങൾ രണ്ട് കൂട്ടർക്കും വലിയ ഭൂരിപക്ഷം ഉള്ള മേഖലയാണ് സഹകരണ മേഖല. മാത്രമല്ല ജനങ്ങളുടെ പ്രാതിനിധ്യം, ആ പ്രാതിനിധ്യം കണക്കിലെടുത്ത് ഒരുമിച്ചൊരു മെസ്സേജ്, ശക്തമായ മെസ്സേജ്, അതിനെന്ത് തടസ്സം? അതോ ഈ പറയുന്ന രീതിയിൽ എതിരഭിപ്രായം ഒന്നും തന്നെ ഇക്കാര്യത്തിൽ ഇല്ല എന്ന് താങ്കൾ ആവർത്തിക്കുകയാണോ? അല്ല, യോജിച്ച പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും എന്നുള്ളതിന് മറ്റു രീതിയിലുള്ള വ്യാഖ്യാനങ്ങളോ ആശയക്കുഴപ്പങ്ങളോ നൽകേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും മോഡി ഗവൺമെന്റിന്റെ ഈ തീരുമാനത്തിനെതിരായി യാതൊരു മുന്നൊരുക്കവുമില്ലാതെ രാജ്യത്തെ സാധാരണക്കാരനെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട തീരുമാനത്തിനെതിരായ പ്രക്ഷോഭത്തിന്റെ വഴിത്താരയിൽ ആരുമായും സഹകരിക്കാനും ഏത് സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാനും കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ്. ആ നിലയിലുള്ള തീരുമാനമുണ്ട്. അതിനനുസൃതമായ ഒരു തീരുമാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF അതാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ശ്രീ സുധീരൻ ഇക്കാര്യത്തിൽ എടുത്ത ഒരു നിലപാട് ഒരു അവധാനത ഇല്ലാതെ നടത്തിയ ഒരു അഭിപ്രായമായിട്ട് ആണ് എന്നാണോ കരുതേണ്ടത്? കാരണം ആ അദ്ദേഹം എടുത്ത് മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് താങ്കൾക്ക് ശ്രദ്ധയുള്ളതല്ല ആണല്ലോ. ഇവിടെ ഇന്നിപ്പോൾ ആ നിലപാടുകളെ തള്ളുകയും യോജിച്ചുള്ള ഒരു സമരത്തെ ഭൂരിപക്ഷ അഭിപ്രായത്തിലേക്ക് വരികയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അല്ല, KPCC പ്രസിഡന്റ് പറഞ്ഞത് കോൺഗ്രസ് പാർട്ടി തീർച്ചയായിട്ടും ഇതിനെതിരായി സ്വന്തം നിലയിൽ പ്രക്ഷോഭം നടത്തും എന്ന് സൂചിപ്പിച്ചത് ആ പ്രക്ഷോഭ സമരത്തിൽ ആരുമായും പങ്കാളിത്തമില്ല എന്നുള്ള ഒരു സൂചന അതിലില്ല. പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് CPM-ഉമായി എല്ലാ കാര്യങ്ങളിലും യോജിച്ച് നിരന്തരമായ പ്രക്ഷോഭം നടത്തും എന്ന ഇന്നത്തെ UDF-ന്റെ തീരുമാനവുമായി ബന്ധപ്പെടുത്തിയും അങ്ങനെയും ചേർത്ത് വായിക്കേണ്ട കാര്യമില്ല. KPCC പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ അതിശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കും എന്നുള്ള തീരുമാനമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. CPM-ന്റെ ഈ ഇത്തരം ബംഗാളിലെ CPM MP സഹകരണ മേഖലയ്ക്കെതിരായി മോഡി ഗവൺമെന്റിലേക്ക് പരാതി ഉൾപ്പെടെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ അതിനൊക്കെ സ്ഥിരീകരണം നൽകി കഴിഞ്ഞല്ലോ ശ്രീ സലീം. അതിനുള്ള സ്ഥിരീകരണങ്ങൾ PB അംഗം സലീം നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല അതൊക്കെ അവിടെ അടഞ്ഞ അധ്യായമാണ്. അതിലേക്ക് ചർച്ചകൾ, അത്തരം കോംപ്ലക്സുകളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യത്യാസമൊക്കെ ഈ വിഷയത്തിലേക്ക് വലിച്ചിഴക്കേണ്ട കാര്യമുണ്ടോ ശ്രീ സലീം? അല്ല, അടഞ്ഞ അധ്യായമായി അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. കാരണം മോഡി ഗവൺമെന്റിന് മുമ്പിൽ CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ഏതുദ്ദേശത്തിന്റെ പേരിലാണെങ്കിലും ഇങ്ങനെയൊരു നിവേദനവുമായി പോകുമ്പോൾ കത്തയച്ചിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. അവിടെ CPM ജനറൽ സെക്രട്ടറി കൂടി അതിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. അല്ല, കത്തയച്ചില്ലെങ്കിൽ പോലും ഈ പശ്ചിമബംഗാളിൽ CPM-ന്റെ MP-യുടെ തീരുമാനത്തെ പിന്തുണച്ച ഉന്നതരായ CPM നേതാക്കന്മാരുണ്ട്. അത് ഒരു ബാങ്കിലേക്ക് തൃണമൂൽ ഒരു ബാങ്കിലേക്ക് എത്തിയ പണം എത്തുന്നത് സംബന്ധിച്ചുള്ള കേവലമായ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ മുൻനിർത്തി മാത്രം സംസാരിക്കുന്നു. അതിനെ അല്ലെങ്കിൽ ഒരു സഹകരണ മേഖലയെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന ഒരു നിലപാടിലേക്ക് പോയിട്ടില്ല. നമുക്ക് ആ വിഷയം മാറ്റിവെക്കാം. ശ്രീ സലീം, ഇവിടെ ഇപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഇതിന് തടയിടുകയാണോ? കാരണം ആത്യന്തിക വിഷയം എന്താണ് ശ്രീ സലീം? അത് നിങ്ങൾ മറന്നു പോകരുത്. ആത്യന്തിക വിഷയം നിങ്ങൾ സൂചിപ്പിക്കുന്ന പോലെ നാളെ നിയമസഭ കൂടി പ്രത്യേക സാഹചര്യത്തിൽ ചേരുന്നു. ഒരു ഐക്യകണ്ഠേനയുള്ള ഒരു നിലപാടിലേക്ക് നാളെ എന്തായാലും പോകാൻ കഴിയില്ല BJP, കാരണം BJP അംഗം കൂടി ഉള്ള സാഹചര്യത്തിൽ. അതുകൊണ്ട് ശക്തമായ ഒരു മെസ്സേജ് പുറത്ത് നൽകാൻ കഴിയുന്ന ഒരു വേദിയിൽ രണ്ടഭിപ്രായം എന്തേ വരുന്നു? അവിടെ സുധീരൻ എടുത്ത നിലപാടിന് ലീഗിൽ നിന്ന് പോലും ഒരു
മേൽക്കൈ അല്ലെങ്കിൽ ഒരു പിന്തുണ ലഭിക്കാതെ പോകുന്നു. അതാണ് ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ശ്രീ സലീം. അല്ല, തീർച്ചയായിട്ടും ആ പറഞ്ഞ വാക്കുകളോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. നാളെ കേരള നിയമസഭയ്ക്ക് മുന്നിലെടുക്കുന്ന പ്രമേയമാണെങ്കിലും തീരുമാനമാണെങ്കിലും അത് കേരളത്തിന്റെ ശബ്ദമാക്കി മാറ്റാനുള്ള ഒരു തീർച്ചയായും അതിനനുസൃതമായ നിലപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും കേരള നിയമസഭയിൽ സ്വീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വേറിട്ട സ്വരങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രവണതയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷെ അതിന് KPCC പ്രസിഡന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രക്ഷോഭ സമരത്തിന് നേതൃത്വം നൽകും എന്ന് പറയുന്നതിന് ഇതിന് കേരളത്തിന് വ്യത്യസ്തമായ ശബ്ദങ്ങളുണ്ടെന്നുള്ള ഒരു വ്യാഖ്യാനം ആര് നൽകേണ്ടതല്ല. അതുകൊണ്ടുകൂടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ന് ഇത്തരം കാര്യങ്ങളിൽ ആരുമായും യോജിച്ച ഒരു പ്രക്ഷോഭ സമരം തയ്യാറാണ്. പക്ഷെ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം, ഇവിടെ സഹകരണ മേഖലയിൽ ആർക്കെതിരെ പറഞ്ഞാലും സംഘപരിവാർ കേരളത്തിലെയും ഇന്ത്യയിലെയും സഹകരണ പ്രസ്ഥാനങ്ങൾ വെക്കാനുള്ള ഒരു ആയുധമായി ഒരു CPM എംപിയുടെ നിലപാടിനെ ഉപയോഗിച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ ഇതിനോട് സലീം, ഞാൻ അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്തായാലും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ നൽകും. ആനത്തലവട്ടം ആനന്ദനിലേക്ക് ശ്രീ ആനത്തലവട്ടം, ഇവിടെ ഇപ്പോൾ ശ്രീ ആനത്തലവട്ടം കേൾക്കാമോ? ഹലോ, കേൾക്കാമോ താങ്കൾക്ക്? ഹലോ, ആനത്തലവട്ടം കേൾക്കാമോ? അല്ല, പറയൂ. അതായത് KPCCയുടെ സെക്രട്ടറി സി സലീം പറഞ്ഞ കാര്യം, യോജിച്ചുള്ള ഒരു സമരത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ സുധീരൻ പറഞ്ഞ നിലപാടിന് വ്യത്യസ്തമായിട്ട് ഇന്ന് യോജിക്കാവുന്ന മേഖലയ്ക്കുള്ള ഒരു വഴി തുറന്നിടുകയാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ചെയ്തിരിക്കുന്നത്. UDFന്റെ കൂടി പൊതുവികാരം അതാണ്. ഇവിടെ അവർ പറയുന്നത്, അപ്പോഴും സലീം പറയുന്നത്, ബംഗാളിലെ PB അംഗം അയച്ച കത്ത് ഒരു വൈരുദ്ധ്യം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ BJPക്ക് ഒരു ആയുധമാക്കാൻ വഴിവെച്ചു എന്നാണ് പറയുന്നത്. അതിനൊരു ക്ലാരിഫിക്കേഷൻ വേണം. നിങ്ങളുടെ ജനറൽ സെക്രട്ടറി അടക്കം അക്കാര്യത്തിൽ വിശദീകരണം നൽകിയിട്ടുള്ളതുമാണ്. എങ്കിൽ കൂടിയും താങ്കളുടെ വാക്കുകൾ ഒരിക്കൽ കൂടി ഇവിടെ ഈ സാഹചര്യത്തിൽ വരേണ്ടി വരുന്നു. ബംഗാളിലെ PB അംഗം മുഹമ്മദ് സലീം അദ്ദേഹം ജയിലിലേക്ക് കത്ത് കൊടുത്തിട്ടില്ല. ശാരദാ ചിട്ടി ഫണ്ട് കുംഭകോണം, കോടിക്കണക്കിന് രൂപയുടെ കുംഭകോണം നടത്തിയ പണം അവിടെ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു സഹകരണ സംഘത്തിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതിനെയാണ് അത് ഈ സഹകരണ സംഘങ്ങളിലെല്ലാം കള്ളപ്പണമുണ്ട് എന്ന് വ്യാഖ്യാനിക്കുന്നത്. അദ്ദേഹം അങ്ങനെ സംഘങ്ങളിലെല്ലാം കള്ളപ്പണമുണ്ടെന്ന് പറഞ്ഞിട്ടേ ഇല്ല. പറയാത്ത കാര്യം പറഞ്ഞു എന്ന് നുണപ്രചരണം നടത്തി BJPക്കാർ അവർ ഈ സ്വീകരിച്ച ജനദ്രോഹ നയത്തെ അതിനെ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് ആ നയത്തെ ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത്. മുഹമ്മദ് സലീം അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തന്നെ അത് നിഷേധിച്ച കാര്യവും ഇതിനിടയിൽ നമുക്കെല്ലാം അറിവുള്ളതാണ്. ഇവിടെ UDF അതിന്റെ പേര് പറഞ്ഞുകൊണ്ട് BJP പറയുന്നതിനോടൊപ്പം ചേരുകയാണോ കോൺഗ്രസ് എടുക്കേണ്ട നയം? ശ്രീ സലീം, ആനത്തലവട്ടം പറഞ്ഞത് ന്യായമായ കാര്യമല്ലേ? കാരണം ഒത്തൊരുമിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ BJPക്ക് ഒരു ആയുധം നിങ്ങൾ കൂടി കാട്ടേണ്ട സാഹചര്യമുണ്ടോ? ശ്രീ സലീം, ശ്രീ പി എസ് സലീം കേൾക്കാമെങ്കിൽ. ഹലോ, കേൾക്കാമെങ്കിൽ, കാരണം ആനത്തലവട്ടം പറഞ്ഞത് താങ്കൾ കേട്ട് കാണുമെന്ന് കരുതുന്നു. കാരണം BJPക്ക് നിങ്ങൾ കൂടി ഒരു ആയുധം എന്തിന് ചൂണ്ടിക്കാണിക്കണം? ഒത്തു നിൽക്കേണ്ട ഒരു ഘട്ടത്തിൽ ബംഗാളിലേക്ക് എന്തിനു പോകണം? അവിടെ പറഞ്ഞ് എന്താണ് അവിടുത്തെ PB അംഗം മുഹമ്മദ് സലീം പറഞ്ഞത് എന്ന് വ്യക്തമായും ജനറൽ സെക്രട്ടറി പറഞ്ഞു. ഇപ്പോൾ ആനത്തലവട്ടവും താങ്കൾക്ക് വേണ്ടി വിശദീകരിക്കുന്നു. ഞാനൊന്ന് പറഞ്ഞോട്ടെ. BJPക്ക് ഞങ്ങളൊരു ആയുധം നൽകുന്നില്ല. പക്ഷെ ഈ വിഷയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യമാകമാനം സ്വീകരിച്ച നിലപാട് ഈ മോഡി ഗവൺമെന്റിന്റെ ഈ നിരുത്തരവാദപരമായ തീരുമാനത്തിനെതിരായി രാജ്യത്തൊട്ടായി ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധി ദേശീയ നേതാക്കന്മാർ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചതാണ്. പക്ഷെ അതിനിടയിൽ BJPയാണ് ആയുധമാക്കുന്നത് ബംഗാളിലെ CPM MP ബംഗാളിലെ സഹകരണ ബാങ്കുകളിൽ ഭീമമായ കള്ളപ്പണ നിക്ഷേപമുണ്ട് എന്നുള്ളൊരു വാദം ഉയർത്തുന്ന BJPയാണ്. അതിനെ CPM നേതാക്കന്മാർ പ്രതിരോധിക്കുകയോ അതിൽ അങ്ങനെ സംഭവിക്കുകയോ ചെയ്തില്ല എന്ന് പറയുമ്പോഴും ചില CPMന്റെ ദേശീയ നേതാക്കന്മാർ ആ മുഹമ്മദ് സലീം MPയുടെ നിലപാടിനെ പിന്തുണച്ച് രാജ്യത്തെ മീഡിയകളോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അത് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ നിലപാട്, ഞങ്ങളിൽ വ്യത്യസ്തമായ യോജിച്ച പ്രക്ഷോഭ സമര പരിപാടികളിൽ നിന്ന് കോൺഗ്രസ് വേറിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു സൂചന നൽകിയതുകൊണ്ട്
ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാടാണ് എന്ന് ശരി, സൂചിപ്പിക്കുന്നു. ശ്രീ ആനത്തലവട്ടം, എന്തായാലും ഒരു പിന്തുണയോടുകൂടി നിങ്ങൾക്കൊപ്പം വരാൻ തയ്യാറാണ്. അതിന്റെ വഴിയാണ് ഇപ്പോൾ UDF-ലെ പൊതുവികാരം ഉണ്ടായിരിക്കുന്നത്. ഇത് ഒരു മെസ്സേജ് ശക്തമായി നൽകേണ്ട സാഹചര്യമല്ലേ? എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഇക്കാര്യത്തിൽ നിങ്ങൾ തയ്യാറാണ്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ആരെല്ലാം യോജിക്കാൻ തയ്യാറായി വരുമോ, ഒരുപക്ഷെ ഇന്ന് ദേശീയ തലത്തിൽ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ മീറ്റിംഗ് കൂടുന്നുണ്ട് ഡൽഹിയിൽ. അവിടെയും ഒരുപക്ഷെ ആലോചിക്കും. വ്യത്യസ്തമായ നിലപാടുകളുള്ള, അഭിപ്രായമുള്ള പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടികളെ യോജിപ്പിച്ച് ഈ ഇക്കാര്യത്തിൽ യോജിപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണ് ഇന്ന് നടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിന് കേരളത്തിൽ, ഇന്ത്യയിൽ ഇതര സംസ്ഥാനങ്ങൾ പോലെയല്ല, കോൺഗ്രസിന് തന്നെ നിരവധി സഹകരണ സ്ഥാപനങ്ങൾ ഇവിടെ ഉള്ളതാണ്. ആ സ്ഥാപനങ്ങളെയൊക്കെ തകർക്കുന്ന ഒരു സമീപനത്തിൽ ആ സഹകാരികളോടും സ്ഥാപനങ്ങളോടും താല്പര്യമുണ്ടെങ്കിൽ ഏതെങ്കിലും തൊടു ന്യായം പറഞ്ഞുകൊണ്ട് BJP-ക്കാർ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു സലിം പറഞ്ഞതിനെ, അതുകൊണ്ട് ഞങ്ങൾ BJP-യുടെ പ്രചരണത്തിന്റെ പേര് അതിൽ ആകൃഷ്ടരായി ഞങ്ങളും മാറുന്നു എന്ന് പറയുന്നത് ആ സ്ഥാപനങ്ങളോടും ആ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരോടും സഹകാരികളോടും കാണിക്കുന്ന ഒരു നിഷേധ നിലപാടാണ്, താല്പര്യക്കുറവാണ് കാണിക്കുന്നത്. അത് ശരിയോ തെറ്റോ എന്ന് ആലോചിക്കണം. അവരൊരു പുനർഗണനം നടത്താൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ അഡ്വാൻസായി പറയുന്നു, യോജിച്ച സമരത്തിന് എപ്പോഴും ഞങ്ങൾ ഒരുക്കമാണ്. ശരി, ശ്രീ ആനത്തലവട്ടം, ഒപ്പം PS സലീം, സുരേന്ദ്രബാബു പ്രതികരിച്ചത്.